നിമിത്തം യേശുവിന്റെ രഹസ്യശിഷ്യനായി കഴിയുന്ന അരിമത്ഥ്യക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദേമോസ് അവിടെ എത്തി. ചെന്നിനായകവും ചേർന്ന് ഏകദേശം 100 കാലത്ത് സുഗന്ധത്തിലോ അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ കൊടുത്തു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറ ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിന് ദിനമായിരുന്നതിനാൽ കല്ലറ സമീപത്തായിരുന്നതിനാൽ അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു.
ഉയർന്ന ക്രിസ്തു അവൻ ഇന്നും ജീവിക്കും. മനുഷ്യന്റെ പ്രയത്നങ്ങൾക്ക് അവസാനമാകുന്നു. ഉയർവ് എന്നുള്ള അടയാളമാണ്. എല്ലാം അവസാനിച്ചു കരുതുന്നത് പുതിയ ഒരു തുടക്കത്തിന്റെ അടയാളമാണ്. സ്നേഹിക്കുന്നതിന് വേണ്ടി ജീവൻ പരിഹരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ചെയ്ത നമ്മുടെ ദൈവത്തിന് തന്നെ സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് ഒരിക്കൽ മറണിക്കാനാവില്ല. Yes.